ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് 2ൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരു തവണ മാത്രമേ ഈ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുള്ളൂ. ഇന്ന് ആ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രോബ്ലം ഇതേ സിമിലർ പാറ്റേണിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രൊസീജിയർ നന്നായിട്ട് പഠിച്ച് വെക്കുക. അതിനുശേഷം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ചില ഡേറ്റാസ് തരാതിരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചും പ്രൊസീജിയർ നന്നായിട്ട് അറിയുകയും ചെയ്യാമെങ്കിൽ ഈസിയാണ്. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൽ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞപ്പോൾ ഇക്വേഷൻ ലാസ്റ്റ് ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കുന്നത് √T1 + √T2 = √T0 എന്നായിരുന്നു എഴുതിയെന്ന് തോന്നുന്നു. അത് 2 ടൈംസ് √T0 ആണ്. ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല. അത് ഞാൻ എഴുതിയപ്പം 2 മിസ്സായിപ്പോയെന്ന് തോന്നുന്നു എനിക്ക്. അതൊന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്: ഡിസൈൻ എ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ഫോർ എ കംപ്രസർ റണ്ണിങ് അറ്റ് 670 RPM വിച്ച് ഈസ് ഡ്രിവൺ ബൈ എ 25 kW 1340 RPM motor. The space available for a center distance is of 3 meter. The belt is open type. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബെൽറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഓപ്പൺ ടൈപ്പ് ബെൽറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഗിവൺ ഡേറ്റാസ് എല്ലാം നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ എഴുതുകയാണ്. നമുക്ക് ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒന്ന്, നമുക്ക് കംപ്രസർ റണ്ണിങ് അറ്റ് 640 RPM ആൻഡ് ഈസ് ഡ്രിവൺ ബൈ. അപ്പോൾ ഡ്രൈവർ ഇതാണ്, മോട്ടറാണ്. അപ്പോൾ മോട്ടറിൻ്റെ സ്പീഡ്, അതായത് N1 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1340 RPM തന്നിട്ടുണ്ട്. ദെൻ N2 വാല്യൂ അവർ തന്നിട്ടുണ്ട് 670 RPM. നമുക്കറിയാം N1ഉം N2 അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാം. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ഡ്രൈവർ ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ. സോ 1340 / 670 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 2 എന്ന് വരും. ദെൻ പവർ തന്നിട്ടുണ്ട്. പവറിന് ഞാൻ ലെക്ചറിൽ P' എന്നായിരുന്നു എടുത്ത് ഗിവൺ പവറിന്. സോ P' ഈസ് ഗിവൺ ആസ് 25 kW. ദെൻ സെൻറ്റർ ഡിസ്റ്റൻസ് C അവർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ. ദെൻ അവർ പറയുന്നുണ്ട് ഇതെന്താണ്? ഓപ്പൺ ടൈപ്പ് ബെൽറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് 14 മാർക്കിനാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചത്. അപ്പോൾ പ്രൊസീജിയർ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോകണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ്? മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷനകത്ത് ഓർക്കുക, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുക. നമുക്ക് ബെൽറ്റിനും അതുപോലെ തന്നെ പുള്ളിക്ക് മെറ്റീരിയൽ അസ്യൂം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ബെൽറ്റിൻ്റെ മെറ്റീരിയൽ അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ മെറ്റീരിയൽ ഒന്നും ക്വസ്റ്റ്യനെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളവിടെ അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ഞാൻ പറഞ്ഞിരുന്നു എന്ത് മെറ്റീരിയൽ? ഓക്ക് അല്ലെങ്കിൽ മിനറൽ ടാൻഡ് ലെതർ എന്ന് അസ്യൂം ചെയ്തു. അതിൻ്റെ സിഗ്മ ഡി വാല്യൂ ഞാൻ പറഞ്ഞു, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. സിഗ്മ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2 MPa ആണ്. ഇത് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് ആയപ്പോഴത്തേക്കിന് പറഞ്ഞു നമുക്കവിടെ ജോയിൻറ്റ് എഫിഷ്യൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമുണ്ട്. കാര്യം നമുക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ രണ്ടിനോടെ കൂട്ടി കണക്ട് ചെയ്യണം. അവിടെ ഒരു ജോയിൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എഴുതാം അസ്യൂം സിമെൻറ്റഡ് ജോയിൻറ്റ്. അസ്യൂം സിമെൻറ്റഡ് ജോയിൻറ്റ് വിത്ത് efficiency 100% with eta j = 100%. നമുക്ക് വേണമെങ്കിൽ ആ ടേബിൾ നമ്പർ വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ടേബിൾ 14.5 ടേബിൾ 14.5 പേജ് 307 നമുക്ക് എന്താണ് നമ്മളുടെ ജോയിൻറ്റുകളുടെ ഉണ്ട്. ഞാൻ ആ പേജ് ഒന്ന് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 307 പേജ് എടുത്തു കഴിഞ്ഞാൽ എൻഡ്ലെസ് സിമെൻറ്റഡ് അറ്റ് ഫാക്ടറി എന്നുള്ള കണ്ടീഷൻ വെച്ച് 90 to 100. അപ്പോൾ ഞാൻ അതിൽ 100 എന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 100% എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബെൽറ്റ് മെറ്റീരിയൽ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത് എന്ത് വേണം? പുള്ളി വേണം. അപ്പം അവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. പുള്ളി മെറ്റീരിയൽ ആസ് എന്താണ്? കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ വി വിൽ ഗോ വിത്ത് ദി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സർവീസ് ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 രീതി ചെയ്യാം. C1, C2, C3, C4, C5 എടുത്ത് ചെയ്യാം. അത് പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യണം. ഞാൻ പറഞ്ഞു 1നും 2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു. സോ അസ്യൂമിങ് ദ CS as 1.2. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്?
ഡിസൈൻ പവർ കാൽക്കുലേഷനാണ്. സോ കാൽക്കുലേഷൻ ഓഫ് ഡിസൈൻ പവറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പി വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ നൊട്ടേഷൻ എടുത്തത് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കണം. കാര്യം താഴോട്ടുള്ള എല്ലാ കാൽക്കുലേഷനിലും നമുക്ക് പി ആണ് വേണ്ടത്, അല്ലാതെ ഗിവൺ പവർ അല്ല വേണ്ടത്, ഡിസൈൻ പവർ. അതുകൊണ്ട് ഞാൻ അതിനെ പി തന്നെ റെപ്രസെൻറ്റ് ചെയ്തു, ഗിവൺ പവറിനെ പി ഡാഷ് എന്ന് എഴുതി. സോ പി ഈസ് നത്തിങ് ബട്ട് സർവീസ് ഫാക്ടർ ഇൻറ്റു ഗിവൺ പവർ. സോ സർവീസ് ഫാക്ടർ 1.2 ആണ്. സോ 1.2 ഇൻറ്റു 25 കിലോവാട്ട്. സോ ദാറ്റ് കംസ് അറൗണ്ട് 30 കിലോവാട്ട് എന്ന് വരും. നമുക്ക് കിലോവാട്ടിനൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ദെൻ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നു. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി. ആദ്യം നമ്മൾ ഡ്രൈവറിൻ്റെ ആണ്. സോ ഡയമീറ്റർ ഓഫ് ഡ്രൈവർ പുള്ളിയുടെ എന്ത് വേണം? ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡേറ്റാ ബുക്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി. പേജ് 292 ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ പേജ് 292 പോവുക. സോ അവിടെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ 14.9a ഡി സ്മോൾ ഡി ഈക്വൽ ടു 525 to 630 ആണ്. എഗെയിൻ പറയുന്നത് മൈനസ് അല്ല, 525 മുതൽ 630 വരെ എന്നാണ് മീനിങ്. നമ്മൾ മാക്സിമം വാല്യൂ എടുക്കുന്നത്. സോ 630 റൂട്ട് പി ബൈ ഒമേഗ മാക്സ് എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. സോ നമ്മളിവിടെ ഇക്വേഷൻ 14.9a ഇക്വേഷൻ 14.9a പേജ് 292. സോ ഡയമീറ്റർ സ്മോൾ ഡി ഈക്വൽ ടു 630 ഇൻറ്റു ക്യൂബ് റൂട്ട് ആണ്. സോ ക്യൂബ് റൂട്ട് ഓഫ് പി ഡിവൈഡഡ് ബൈ ഒമേഗ മാക്സ്. അപ്പോൾ നമുക്കിവിടെ ഒമേഗ മാക്സിമം ഒമേഗയാണ് വേണ്ടത്. അപ്പോൾ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നതിലെ മാക്സിമം N1 എത്ര? 1340 RPM ആണ്. RPM തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഒമേഗ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? N മാക്സിമം ആണെങ്കിൽ ഒമേഗ മാക്സിമം ആണ്, അതായത് ഒമേഗ 1 തന്നെയാണ്. സോ ദാറ്റ് വിൽ ബി 2π N1 ബൈ 16 വരും. സോ 2π ഇൻറ്റു 1340/60 എന്ന് വരും. സോ ദാറ്റ് കംസ് അറൗണ്ട് 140.234 ഒമേഗയാണ്. യൂണിറ്റ് മസ്റ്റായിട്ട് എഴുതണം, റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ ഡിസൈൻ പേപ്പറാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് എഴുതി തന്നെ പോകണം. യൂണിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പോകും. അപ്പോൾ നമുക്ക് നോക്കിയാൽ അപ്പോൾ ഇവിടെ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. therefore d is equal to 630 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് പവർ ഇപ്പോൾ എത്രയാണ്? 30. അത് കിലോ വാട്ടിൽ തന്നെയാണല്ലോ. അതിൻ്റെ ബ്രാക്കറ്റ് നോക്കിയാൽ പി കിലോ വാട്ട് എന്ന് തന്നെ എടുക്കാം. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. സോ പി ഡിവൈഡഡ് ബൈ ഒമേഗ വാല്യൂ ഈസ് 140.234. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 376.71 mm. വാല്യൂവിൽ കാൽക്കുലേഷൻ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. ഞാനിത് പെട്ടെന്ന് ചെയ്തതാണ്. ചിലപ്പം മൈനറായിട്ടുള്ള ചെറിയ എറേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ കൈൻഡ്ലി എക്സ്ക്യൂസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡ്രൈവർ പുള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി അടുത്ത് എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളിയാണ്. സോ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി വേണം. സോ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. സോ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ 14.9b പേജ് 292. അപ്പോൾ പേജ് 292 എടുക്കുക. പേജ് 292 തന്നെ തൊട്ട് ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. ക്യാപിറ്റൽ ഡി ഈക്വൽ 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു DI. ഇവിടെയാണ് നമ്മൾ പ്രൊസീജിയർ എപ്പോഴും പറഞ്ഞു. നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൽ എപ്പോഴും എന്തുണ്ട്? സ്ലിപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്. അസ്യൂം 2% സ്ലിപ്പ്. ഞാൻ 2% സ്ലിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് എപ്സിലോൺ വാല്യൂ 2% ആണെന്ന് പറഞ്ഞാൽ അത്രയാണ് 0.02. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു I ഇൻറ്റു ഡി. ഐ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു N1/N2, അത് 2 ആണ് കിട്ടിയത്. സോ 1 മൈനസ് 0.02 ഇൻറ്റു 2 ഇൻറ്റു 376.71. So that value comes around 738.352 mm എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയെങ്കിൽ നമുക്ക് അതിവിടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കാം. സോ സ്റ്റാൻഡർഡൈസിങ് ഡയമീറ്റേഴ്സ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിൾ 14.13b പേജ് 313. അപ്പോൾ പേജ് 313 എടുക്കുക. 313 പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്കവിടെ പുള്ളിയുടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് 14.13b. ഓക്കെ, അവിടെ നമുക്ക് കിട്ടിയത് 376.71. അപ്പോൾ 376 കഴിഞ്ഞാൽ 355 കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ എത്ര?
400. അപ്പം നമുക്ക് 376 കിട്ടിയതുകൊണ്ട് നമുക്കിപ്പോൾ സ്മോൾ ഡി എത്ര ആയിട്ട് എടുക്കാം? 400 ആയിട്ട് എടുക്കാം. അതുപോലെ ക്യാപിറ്റൽ ഡി നമുക്ക് കിട്ടിയത് 738 സംതിങ് ആണ്. അപ്പോൾ ഇവിടെ 710 കഴിഞ്ഞാൽ പിന്നെ എത്ര ഉള്ളത്? 800 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ രണ്ട് വാല്യൂ സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞനുസരിച്ചിട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ സ്മോൾ ഡി എത്ര വരുന്നുണ്ട്? സ്മോൾ ഡി കംസ് അറൗണ്ട് 400 mm ആൻഡ് ക്യാപിറ്റൽ ഡി കംസ് അറൗണ്ട് 800 mm. അപ്പോൾ നമ്മൾ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി, അത് 2 എന്ന് തന്നെ വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ നമ്മളുടെ ഡയമീറ്റേഴ്സും കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെക്സ്റ്റ് ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബെൽറ്റ് സ്പീഡ്, കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡാണ്. അതിനും നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാവുന്നത് തന്നെയാണ്. സോ വി ഈസ് ഈക്വൽ ടു പൈ ഡി n1/60 ഇൻറ്റു 1000 ചെയ്യണം. കാര്യം സ്മോൾ ഡി എന്താണ്? mmലാണ്. ഇവിടെ സ്ലിപ്പ് ഫാക്ടർ 1 - ε1 എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ഡയമീറ്റർ വേണ്ടിയിട്ട് കൊടുക്കാൻ 400 × 1340 ഡിവൈഡഡ് ബൈ 60 × 1000 × 1 - 0.02. On solving we will be getting 27.5 m/s എന്നായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഓർത്തോണം, വെലോസിറ്റി എന്താണ്? ഗ്രേറ്റർ ദാൻ 10 m/s. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യേണ്ടത്. സിൻസ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 10 m/s, TC ഹാസ് ടു ബി കൺസിഡേർഡ്. അത് ഓർമ്മ വെച്ചോണം. ദെൻ നമ്മൾ ഏഴാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. ഏഴാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൻറ്റർ നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ ആ ഗിവൺ വാല്യൂ തന്നെ അങ്ങ് യൂസ് ചെയ്താൽ മതിയാകും. സോ ഗിവൺ വാല്യൂ സി ഗിവൺ എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആയിരുന്നു തന്നിരുന്നത്. സോ ദാറ്റ് മീൻസ് 3000 mm ആണ്. ഇനി നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് സി എന്തായിരുന്നു വരേണ്ടത്? സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്താണ്? 2 × d + d. ഈ കണ്ടീഷൻ ആണോ നോക്കിക്കേ. നമുക്ക് ഡി 400ഉം ക്യാപിറ്റൽ ഡി എത്രയാണ്? 800 നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. സിയുടെ പേജ് 290 എടുത്തു കഴിഞ്ഞാൽ സി ഷുഡ് ബി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 to 2 d + d എന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ 14.2d. അപ്പോൾ നമ്മൾ മാക്സിമം കണ്ടീഷൻ എടുത്തത് 2 times d + d എന്നുള്ള കണ്ടീഷൻ എടുത്തു. ഏതാണ് ഇക്വേഷൻ? 14.2d അല്ലേ? 14.2d പേജ് 290. അപ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കിയേ. അപ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 14.2d പേജ് 290 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. അപ്പോൾ നമുക്ക് സി നമുക്ക് ഗിവൺ ആണ് 3000. ഇവിടെ എത്ര ആയിരുന്നു? 2 times 400 ക്യാപിറ്റൽ ഡി 800 അല്ലേ? അപ്പോൾ 800 800 + 400 വരെ 800 + 400 1000 200 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 2400. സോ 2400-നേക്കാൾ വലുതാണ് എത്ര? 3000 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടി. ദെൻ എട്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എട്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. അത് സെയിം പേജിൽ തന്നെയാണുള്ളത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളത് സെയിം പേജിൽ തന്നെയാണുള്ളത്. അണ്ടർ ഇക്വേഷൻ 14.3d പേജ് 290. ഇക്വേഷൻ ഞാനിങ്ങനെ എഴുതുകയാണ്, നിങ്ങൾ ഡേറ്റാ ബുക്കിൽ നോക്കുക. മ്യൂസിക്കൽ 0.54 മൈനസ് 0.712 ഡിവൈഡഡ് ബൈ 2.542 പ്ലസ് വി. നമുക്ക് എല്ലാ വാല്യൂ ഉണ്ട്. വെലോസിറ്റി 27.5. ബാക്കിയെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് തന്നെയാണുള്ളത്. സോ ഓൺ സോൾവിങ് വിൽ ബി ഗെറ്റിംഗ് 0.5162 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആയി. ദെൻ വി ആർ ഗോയിങ് വിത്ത് ദി 9th സ്റ്റെപ്പ്. സോ 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കണം. സോ വി ആർ ഫൈൻഡിങ് ഔട്ട് ദി ലെങ്ത് ഓഫ് ബെൽറ്റ്. ലെങ്ത് ഓഫ് ബെൽറ്റ് നമുക്കറിയാം ഗിവൺ ആണ്. എന്താണ് ഇത്? ഓപ്പൺ ആണ്, ഓപ്പൺ ടൈപ്പ് ബെൽറ്റ് ആണ് അവർ ഗിവൺ. ഇല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തേനെ? അസ്യൂം ഓപ്പൺ ടൈപ്പ് എന്ന് എഴുതിയേനെ. അതല്ല ക്രോസ്ഡ് ആണെങ്കിൽ ക്രോസ്ഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വന്നതിന്. സോ അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ 14.2b പേജ് 290. അതായത് ആ 290 എന്ന് പറയുന്ന പേജിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഇക്വേഷനാണ് എന്ത്? നമ്മളുടെ ലെങ്ത് ഓഫ് ബെൽറ്റ്, ഓപ്പൺ ബെൽറ്റിൻ്റെ. ക്രോസ്ഡ് ബെൽറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കുമ്പോൾ 14.2b ഫോർ ഓപ്പൺ ബെൽറ്റ് ആൻഡ് 14.2c ഫോർ ക്രോസ്ഡ് ബെൽറ്റ്. നമ്മൾ ഓപ്പൺ ബെൽറ്റ് എന്ന ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. സോ വിൽ ബി യൂസിങ് ദാറ്റ് ഇക്വേഷൻ ആൻഡ് ലാസ്റ്റ് എഴുതിയേക്കുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഈസ് എന്താണ് നമുക്ക് ഇക്വേഷൻ? സോ L ഈസ് ഈക്വൽ ടു 2c
പ്ലസ് π/2 ഇൻറ്റു ഡി പ്ലസ് ഡി പ്ലസ് ഡി മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4c. എല്ലാ വാല്യൂ ഉണ്ട്. സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്കറിയാം 3000 തന്നിട്ടുണ്ട്. എല്ലാ MMൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഇത് മാത്രം മീറ്റർ കൊടുത്തിട്ട് ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡി ഒന്നും MMൽ കൊടുക്കരുത്. എല്ലാം ഒരേ യൂണിറ്റിൽ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് MM ആണ്, ഇതിലെല്ലാം MM ആണ്. അപ്പോൾ എല്ലാം MMൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ബി ഗെറ്റിംഗ് 7898.28 mm എന്ന് വരും. സോ ഞാനിത് അപ്രോക്സിമേറ്റ്ലി ഇതിനെ അങ്ങ് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 7.898 എന്ന് വരും. സോ അപ്രോക്സിമേറ്റ്ലി 7.9 മീറ്ററിനോ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 8 മീറ്ററിനോ നമുക്ക് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 9th സ്റ്റെപ്പ് കഴിഞ്ഞാൽ 10th സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റാപ്പ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2 പുള്ളിയുണ്ട്. അപ്പോൾ സ്മോളർ പുള്ളിയുണ്ട്, ലാർജർ പുള്ളിയുണ്ട്. കാര്യം ഓപ്പൺ ബെൽറ്റ് ആണ്. അപ്പോൾ ഓപ്പൺ ബെൽറ്റിന് രണ്ട് വാല്യൂ ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 14.1a ആൻഡ് ബി പേജ് 289 നമുക്ക് ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് റേഡിയനിലുള്ള വാല്യൂ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക. π - d - d / c ആൻഡ് π + d - d / c എന്ന് പറയുന്ന ആ 2 ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ സ്മാളർ പുള്ളി ആകുമ്പോൾ അവിടെ മൈനസ് ആയിരിക്കും. സോ π - d - d divided by c and here it will be π + d - d / c. സോ ഓൺ സോൾവിങ് നമുക്കിത് ഡയറക്റ്റ് റേഡിയനിലാണ് കിട്ടുന്നത്. സോ ഇവിടെ കിട്ടുന്നത് 3 റേഡിയൻസ് എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ കിട്ടുന്നത് 2.275 റേഡിയൻസ് എന്നായിരിക്കും കിട്ടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമുക്കറിയാം ക്യാപിറ്റൽ ഡി 800, സ്മോൾ ഡി 400, സി എന്ന് പറയുന്നത് എത്രയാണ്? 3000. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും കണ്ടുപിടിച്ചു. ദെൻ അടുത്ത് വരുന്ന 11th സ്റ്റെപ്പാണ്. 11th സ്റ്റെപ്പിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 11th സ്റ്റെപ്പ് എഴുതുകയാണ്. വിഡ്ത്ത് ഓഫ് ബെൽറ്റ്, കാൽക്കുലേഷൻ ഓഫ് വിഡ്ത്ത് ഓഫ് ബെൽറ്റ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ അസ്യൂം ചെയ്തു. അസ്യൂം ഡെൻസിറ്റി ഓഫ് ബെൽറ്റ് മെറ്റീരിയൽ ആസ് 1000 kg/m³. അപ്പോൾ അതാണെങ്കിൽ നമുക്കറിയാം വെയ്റ്റ് ഡെൻസിറ്റി ρg അല്ലേ? ρg കണ്ടുപിടിക്കുന്നത് ρ1000, g എന്ന് പറയുന്നത് 9.81. സോ ദാറ്റ് വിൽ ബി 9810 Nm/m³ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതായി. ഇനി നമ്മളുടെ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുവാണ്. നമുക്ക് വിഡ്ത്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ പവറിൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്. ഇക്വേഷൻ 14.5a പേജ് 291. ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. P = എന്താണ്? BTV/1000 ഇൻറ്റു σd മൈനസ് WV²/10⁻⁶g ഇൻറ്റു e⁻μθ - 1 ഡിവൈഡ് ബൈ e⁻μθ ഇൻറ്റു ηj. ജോയിൻ്റ് എഫിഷ്യൻസിയോടെ ഞാൻ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യണം. ആഡ് ചെയ്യുക മീൻസ് ഇക്വേഷനകത്തോട്ട് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നോക്കാം. ഡേറ്റാ ബുക്കിൽ 291. അപ്പോൾ 291 ഇക്വേഷൻ 14.5a നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനുണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാത്ത ബെൽറ്റിൻ്റെ വിത്ത് ബിയും തിക്നെസ് ടിയും അറിയില്ല. വെലോസിറ്റി അറിയാം. σd അത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു 2 ആണെന്ന് പറഞ്ഞു. W ഇപ്പോൾ നമ്മൾ എഴുതി. ഇനി നമുക്കവിടെ e⁻μθ എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ e⁻μθ അപ്പോൾ നമ്മൾ തീറ്റ തൊട്ട് മേളത്തെ സ്റ്റെപ്പിൽ 2 വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേത് യൂസ് ചെയ്യും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അവിടെ നമ്മളൊരു ചെറിയ കാര്യം സ്റ്റാർട്ട് പറഞ്ഞു ഓർത്ത് വെച്ചേക്കണം. μθയിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതിനാണോ വരുന്നത് അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് അതായത് നമ്മൾ μs θs μl θl നമ്മൾ കണ്ടുപിടിക്കും. ഇതിലെ ലീസ്റ്റ് വാല്യൂ ഏതാണോ വരുന്നത് അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, ലീസ്റ്റ് വാല്യൂ. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അതായത് 0.5162 എന്നായിരുന്നു വരുന്നത്. ഇൻറ്റു 3 വരും. ഇവിടെ അത് എത്ര വരും? 0.5162 ഇൻറ്റു 3.275 എന്ന് വരും. സോ ഈ വാല്യൂ കംസ് അറൗണ്ട്, ദിസ് വാല്യൂ കംസ് അറൗണ്ട് 1.5486 എന്ന് വരും. ആൻഡ് ദിസ് വാല്യൂ കംസ് അറൗണ്ട് 1.69 എന്ന് വരും. അപ്പോൾ ലീസ്റ്റ് വാല്യൂ ഇതാണ്. സോ ഡിസൈൻ വിൽ ബി ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡേറ്റാ ബുക്കിൽ നിന്ന് എടുത്ത് ഈ ഇക്വേഷനിലുണ്ട്. ഇതും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കുക. e⁻μθ -1 അല്ലാതെ ഇവിടെ അല്ല -1. പലർക്കും ഉണ്ടാകുന്നൊരു മിസ്റ്റേക്കാണ്. e⁻μθ എന്ന് പറയുന്നൊരു ടേം ദ ഹോൾ വാല്യൂ -1 ആണ് വരുന്നത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പവർ നമുക്കറിയാം 30 kW ആണ്. സോ 30 = B അറിയില്ല, തിക്നെസ് അറിയില്ല, വെലോസിറ്റി അറിയാം എത്ര? 27.5
ഡിവൈഡ് ബൈ 1000 ഇൻറ്റു സിഗ്മ ഡി എത്ര 2 ഇൻറ്റു ഡബ്ല്യു 9810 ഇൻറ്റു 27.5 സ്ക്വയർ ബൈ 10⁻6 ഇൻറ്റു ജി 9.81 ഇൻറ്റു ഇ റേസ് ടു മ്യൂ തീറ്റ മുഴുവനെയാണ് നമുക്ക് കിട്ടിയത് എത്ര? 1.5486 മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 1.5486 ഇൻറ്റു എഫിഷ്യൻസി 100%, സോ ദാറ്റ് മീൻസ് 1. സോ വിച്ച് ഇംപ്ലൈസ് ഇവിടെ നോക്കി ബി ടി അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.02693 ബി ടി എന്ന് വരും. നമുക്ക് ബി ടിയുടെ ടേം ഇവിടെ നിന്ന് കിട്ടും. ബി ടി വിൽ ബി ഈക്വൽ ടു 1113.858 യൂണിറ്റ് എന്തായിരിക്കും നോക്കുമ്പോൾ എം ഇൻറ്റു എം എന്തായിരിക്കും വരുന്നത്? എം സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, നമ്മളുടെ വാല്യൂ ആയിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. വി നോ എന്താണ് അത് ഓർത്ത് വെക്കണം, ഞാൻ പറഞ്ഞായിരുന്നു. ഡി ബൈ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? 50. അപ്പോൾ നമുക്ക് സ്മാൾ ഡി അറിയാമല്ലോ, 400 ബൈ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? അപ്പോൾ 50. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടി എത്ര ആയിട്ട് എഴുതാം? 8 mm അല്ലേ? 400 ബൈ 5 എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 എന്ന് വരും. സോ 8 എന്ന് വരും. അപ്പോൾ 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദിസ് ബി ഈക്വൽ ടു എത്ര എന്ന് വരും? നമുക്ക് 113.858 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 138.232 mm എന്ന് വരും. ഇതിനെ നമുക്കൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പക്ഷേ ആ ടേബിളിൻ്റെ ഫിഗർ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളതുകൊണ്ട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് ആ ടേബിളിലേക്ക് ഒന്ന് നോക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ 14.1 ആണ്. 14.1 ആദ്യത്തെ ടേബിൾ ഈ ചാപ്റ്ററിൽ ടേബിൾ 14.1 പേജ് 305. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോളം ഗ്രേഡിങ് ഓഫ് ബെൽറ്റ്. അപ്പോൾ അവിടെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് നമ്മൾ ലൈറ്റ് ഗ്രേഡിംഗ് ആണുള്ളത്. ലൈറ്റ് ഗ്രേഡിംഗ് ഓഫ് ബെൽറ്റ് ആണുള്ളത്, ലൈറ്റ് ഗ്രേഡിംഗ്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രേഡിങ്ങും ആണ്. അതുപോലെ ഞാൻ എന്താണെന്ന് വിചാരിക്കുന്നു, സിംഗിൾ തിക്നെസ് സിംഗിൾ ആണെന്ന് വിചാരിച്ചു. അപ് ടു 200 mm ആണെങ്കിൽ സിംഗിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ സിംഗിൾ ആണ്. അപ്പോൾ കാര്യം നമുക്ക് ബെൽറ്റ് വന്നേക്കുന്നത് എത്രയാണ്? നമുക്ക് സിംഗിൾ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ലൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ എന്നുള്ള എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇൻക്രിമെൻറ്റ് എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ സിംഗിൾ എന്നുള്ള കാര്യം നിങ്ങൾ വിട്ടേക്കാം. അപ്പം ലൈറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ളത് ഞാൻ എടുത്തു. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓഫ് വിഡ്ത്ത് എം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് അവർ 12 to 24 ആണെങ്കിൽ 3 mm വീതമാണ് വരുന്നത്. അത് 24 to 102 ആണെങ്കിൽ 6 mm വീതമാണ് ഇൻക്രിമെൻറ്റ്. 102 തൊട്ട് 198 വരെയാണെങ്കിൽ ബൈ 12 ആണ് ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ 138 ആണ് കിട്ടിയെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളുടെ റേഞ്ച് ഏതിനകത്താണ് വരുന്നത്? 102 to 198 എന്ന് പറയുന്നതിനകത്താണ് വരുന്നത്. അപ്പോൾ അവിടെ ഇൻക്രിമെൻറ്റ് എത്ര? 12 mm, അതായത് 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 12ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 10 ആണെങ്കിൽ 10 ഇൻറ്റു 120 ഉണ്ട്. ദെൻ 120 കഴിഞ്ഞാൽ എത്ര? പിന്നെ 132 ഉണ്ട് അല്ലേ? 12ൻ്റെ മൾട്ടിപ്പിളായിട്ടാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് വരുന്നത് 132. അപ്പം 102 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 102 തൊട്ട് 198 വരെ 12 ആണെങ്കിൽ അതിനർത്ഥം നമുക്ക് 102 കഴിഞ്ഞാൽ പിന്നെ എത്ര ആയിരിക്കും ഉള്ളത്? 108 ആയിരിക്കും ഉള്ളത്. 108 കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ഉള്ളത്? 120 ആയിരിക്കും ഉള്ളത്. 120 കഴിഞ്ഞാൽ 132 കഴിഞ്ഞാൽ 144 ഇങ്ങനെ അങ്ങോട്ടായിരിക്കും. 12ൻ്റെ ഇൻക്രിമെൻ്റ് 102 തൊട്ട് 198 വരെ അതിനിടയ്ക്കുള്ളത് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 138 വന്നിരിക്കുന്നത്. അപ്പം നോക്കുക, 132 കഴിഞ്ഞാൽ പിന്നെ എത്ര ആയിരിക്കും അവൈലബിൾ? 144 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന നമ്മളുടെ വിഡ്ത്ത് എത്ര ആയിരിക്കണം? സ്റ്റാൻഡേർഡ് വാല്യൂ 144 mm ആയിരിക്കണം. അതേ ഉള്ളൂ ഓർക്കേണ്ട കാര്യം. ആ ഒരു ടേബിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിരുന്നാൽ മതി. അപ്പം നമ്മളെന്ത് ചെയ്തു? വിഡ്ത്ത് ഓഫ് ബെൽറ്റ് എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കൺക്ലൂഡ് ചെയ്യാറായി. ഇനി നമ്മൾ പോകുന്നത് 12ാമത്തെ സ്റ്റെപ്പാണ്. 12ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അതിൻ്റെ ടെൻഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ 12ാമത്തെ സ്റ്റെപ്പ് ടെൻഷൻസ് ഇൻ ബെൽറ്റ്.
ടെൻഷൻ ഇൻ ബെൽറ്റ് കണ്ടുപിടിക്കാൻ എഗെയിൻ നമ്മൾ ഇക്വേഷൻ 14.5a പേജ് 290 തന്നെ $291 എടുത്തു. അപ്പോൾ അവിടെ നമ്മൾ പവർ ഈസ് ഈക്വൽ ടു എന്താണ്, T1 മൈനസ് T2 ഇൻറ്റു V ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം പേജ് 291 എന്ന് എടുക്കുക. പേജ് 291 നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പവർ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ ഫസ്റ്റ് ഇത് ഇക്വേഷൻ നമ്മൾ നേരത്തെ എടുത്ത ലാസ്റ്റ് ടൈം ആയിരുന്നു, ഇപ്പോഴത്തെ സെക്കൻഡ് വരുന്നത് P ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു. അപ്പോൾ ആ കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. സോ അപ്പോൾ നമുക്ക് എന്ത് വരും, 30 ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു വെലോസിറ്റി എത്രയാണ് 27.5 ഡിവൈഡ് ബൈ 1000 എന്ന് വരും. നമുക്കപ്പോൾ ഇവിടെ T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും, 1090.91. ഞാനതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. അപ്പോൾ ഒരു T1ൻ്റെയും T2ൻ്റെയും ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 10 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് വി നീഡ് ടു കാൽക്കുലേറ്റ് TC. അപ്പോൾ TC കണ്ടുപിടിക്കണം. അപ്പോൾ TC കണ്ടുപിടിക്കാനും ഇതേ ടേബിളിൽ തന്നെ ഇതേ പേജിൽ തന്നെ പേജ് 291 തന്നെ ഏറ്റവും മുകളിലായിട്ട് ഇക്വേഷൻ TC ഈക്വൽ ടു കണ്ടോ WBTV²/10⁶ G എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കുന്നുണ്ട് 14.3e. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ TC വിൽ ബി WBTV²/10⁶G ഇക്വേഷൻ 14.3e പേജ് 291. എല്ലാ വാല്യൂ ഉണ്ട്, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ TC വിൽ ബി ഈക്വൽ ടു W9810 ഇൻറ്റു വിഡ്ത്ത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് 144 ഇൻറ്റു തിക്നെസ് എത്രയാണ് 8 ഇൻറ്റു വെലോസിറ്റി 27.5² ഡിവൈഡ് ബൈ 10⁶ ഇൻറ്റു 9.81. സോ നമുക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ വാല്യൂ വരുന്നത് 871.2 ന്യൂട്ടൺ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ വെച്ചിട്ടുള്ള ടെൻഷൻ്റെ റേഷ്യോയെ നമുക്കിവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ പേജ് 290 വരുന്നു. പേജ് 290 വന്നു കഴിഞ്ഞാൽ നമുക്ക് T1 മൈനസ് TC ബൈ T2 മൈനസ് TC e⁻⁻⁴ ഇക്വേഷൻ 14.3c യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ T1 ബൈ T2 e⁻⁻⁴ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ T1 മൈനസ് TC ബൈ T2 മൈനസ് TC ഇസ് ഈക്വൽ ടു e⁻⁻⁴ ഇക്വേഷൻ 14.3c പേജ് 290. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് T1 മൈനസ് 871.2 ഡിവൈഡഡ് ബൈ T2 മൈനസ് 871.2 ഇസ് ഈക്വൽ e⁻⁻⁴ നേരത്തെ എത്ര 1.5486 e⁻1.486 എന്ന് പറയുന്നത് നമുക്ക് വരുന്ന അറൗണ്ട് 4.705 എന്ന് വരും. സോ ഓൺ സോൾവിങ് നമുക്കിവിടെ കിട്ടും T1 മൈനസ്, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി, ഞാൻ സിംപ്ലിഫൈ ചെയ്ത വാല്യൂ എഴുതാം 4.075 T2 ഇസ് ഈക്വൽ ടു മൈനസ് 3227.796 എന്ന് വരും. അത് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ 2 അൺനോൺ എന്നുള്ള ഫോമിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈമിൾട്ടേനിയസ് ആയിട്ട് ഇക്വേഷൻ 1നെയും 2നെയും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, T1 ഓൺ സോൾവിങ് വിൽ ബി ഗെറ്റിംഗ് T1 ഈക്വൽ ടു 2256.55 ന്യൂട്ടൺ ആൻഡ് T2 വാല്യൂ ആസ് 1165.623 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടെൻഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് 13ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ലാസ്റ്റ് നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം, ഇനീഷ്യൽ ടെൻഷനൂടെ കണ്ടുപിടിക്കണം. സോ ഇനീഷ്യൽ ടെൻഷൻ അതും പേജ് 291 തന്നെയാണ് ഇക്വേഷൻ ഉള്ളത്. ഇക്വേഷൻ 14.8 ഐ തിങ്ക് 14.8 പേജ് 291 ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് T1 പ്ലസ് റൂട്ട് ഓഫ് T2 ഇസ് ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് T0. നമുക്ക് നോക്കാം, പേജ് 291 എടുക്കുക. പേജ് 291 ലാസ്റ്റ് ഇക്വേഷൻ റൂട്ട് T1 പ്ലസ് റൂട്ട് T2 ഇസ് ഈക്വൽ 2 ടൈംസ് റൂട്ട് T0. ഞാൻ ലാസ്റ്റ് ഡിസൈൻ പ്രൊസീജിയർ പറയുന്ന സമയത്ത് 2 എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത്. ഇക്വേഷൻ മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ഇക്വേഷൻ തന്നെയാണ്, അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ എന്തൊരു റൂട്ട് ഓഫ് 2256.55 പ്ലസ് റൂട്ട് ഓഫ് 1165.623 ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് T0. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽക്കുലേറ്ററിൽ ഇത് അടിക്കുമ്പോൾ ഇതിന് ഒരു റൂട്ടാണ്, ഈ റൂട്ട് ഇവിടെ കഴിഞ്ഞു, പ്ലസ്
അടുത്ത റൂട്ട് വാല്യൂ. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് അടിച്ച് പോകരുത്, പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. അത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അറൗണ്ട് 81.644 ഈസ് ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് T0 എന്നായിരുന്നു. രണ്ട് സൈഡ് അങ്ങ് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്തിട്ട് ഞാൻ T0 ഈക്വൽ ടു എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വരുന്നത് 166.435 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഈ രണ്ടിനും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും സാധാരണഗതിയിൽ ഇൻഷ്യൽ ടെൻഷനായിട്ട് വരുന്നത്. അതെപ്പോഴും നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ നമ്മുടെ മാക്സിമം ടൈറ്റ് സൈഡിലെ ടെൻഷൻ്റെയും സ്ലാക്ക് സൈഡിലെ ടെൻഷൻ്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്, ഇനിഷ്യൽ ടെൻഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എന്ത് കഴിഞ്ഞു, ഫ്ലാറ്റ് ബിൽറ്റിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൊസീജിയർ നന്നായിട്ട് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കി അറൗണ്ട് 30 മിനിറ്റ്സേ എടുത്തുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ നന്നായിട്ട് പഠിച്ച് പെട്ടെന്ന് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രോബ്ലം ഒരേപോലെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു സെക്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാം ഡയറക്റ്റ് തന്നെ, വേറെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് തന്നെയാണ് വരുന്നത്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രൊസീജിയർ നന്നായിട്ട് തറവാക്കി വെക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.